പറയുകയാണ് ആമ മുസ്ലിം, ഞാൻ മുസ്ലിമാണ്, ഞാൻ കുടിയേറ്റക്കാരനാണ്. ന്യൂയോർക്ക് സിറ്റി എന്നുള്ളത് കുടിയേറ്റക്കാരുണ്ടാക്കി എടുത്തിട്ടുള്ള ഒരു സിറ്റിയാണ്. ഇപ്പോൾ അതിന്റെ മേയർ ഒരു കുടിയേറ്റക്കാരനായിരിക്കും. എങ്ങനെയാണ് ഒരു മനുഷ്യൻ ഇങ്ങനെ തുറന്ന രീതിയിൽ സംസാരിക്കാനാവുക? 20ഓളം വരുന്ന കോടീശ്വരന്മാര് 200ഓളം കോടി മുടക്കി ഒരിക്കലും സഹാ മംദാനി ന്യൂയോർക്ക് സിറ്റിയുടെ മേയറാവരുത് എന്ന രീതിയിൽ മൂപ്പർക്കെതിരായിട്ട് അത്രമേൽ പണം മുടക്കിയെങ്കിൽ എന്തായിരിക്കും മൂപ്പര് മുന്നോട്ട് വെക്കുന്ന പോളിസികൾ? മൂപ്പര് എടുത്തെടുത്ത് പറയുന്നുണ്ട്, ഞാനത് അഫോർഡബിൾ ആയിട്ടുള്ള സിറ്റിയാക്കി മാറ്റാൻ പോവാണ്. എന്ന് വെച്ചാൽ ഫ്രീ ബസ് സർവീസുകൾ, റേഷൻ, അതുപോലെ തന്നെയുള്ള കടകൾ, കാര്യങ്ങൾ എല്ലാം ഒരു അഫോർഡബിൾ ആയിട്ടുള്ള ഒരു സിറ്റി ആക്കിയിട്ട് നിലവിലെ ന്യൂയോർക്ക് സിറ്റിയെ മാറ്റുക എന്ന് പറഞ്ഞാൽ അത്രമേൽ സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ല. എങ്ങനെയാണ് ഒരാൾക്ക് അങ്ങനെ പറയാൻ സാധിക്കുക എന്നുള്ളത് പൂർണ്ണമായും അടിയിൽ നിന്ന് വളർന്നു വന്ന് അടിയിലുള്ള ആളുകളെ മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് എന്താണ് ആവശ്യമെന്ന് മനസ്സിലാക്കി അവർക്ക് വേണ്ടി സംസാരിക്കുമ്പോഴാണ്, അവർക്ക് വേണ്ടി നിലനിൽക്കാൻ വേണ്ടി പറ്റുമ്പോഴാണ്. അത്തരത്തിൽ നിലനിൽക്കാൻ പുള്ളിക്ക് പറ്റി എന്നതാണ് പുള്ളിന്റെ വിജയത്തിന്റെ ഏറ്റവും വലിയ പുറകിലുള്ള ഏറ്റവും വലിയ റീസൺ എന്നുള്ളത്. മൂപ്പര് സ്റ്റേജിൽ കയറി നിന്നിട്ട് വിജയത്തിന് ശേഷം സ്റ്റേജിൽ കയറിയിട്ട് പറയുന്ന വാക്കുകൾ വളരെ രസമാണ്. ഓരോരുത്തരും എടുത്തെടുത്ത് ഇങ്ങനെ പറയണം, എന്റെ വിജയത്തിന് പുറകിൽ താങ്ക് യു ഫോർ ഓൾ എന്ന് പറഞ്ഞിട്ട് മൂപ്പര് പറയുന്നത് ബസ് ഓടിക്കുന്ന ആളുകൾ മുതൽ ടാക്സി ഓടിക്കുന്ന ആളുകളെ പറ്റി, കഫറ്റീരിയയിലെ ഷെഫുകളെ പറ്റി, ഇങ്ങനെ തുടങ്ങി ആരൊക്കെ ഉണ്ടോ ഇതിങ്ങനെ എടുത്തെടുത്തെടുത്ത് ഒരു വിജയപ്രസംഗം നമ്മളിങ്ങനെ കണ്ടിട്ടില്ല. അതാണ് ഇത്തരത്തിൽ അദ്ദേഹത്തെ ആളുകൾ വിജയിപ്പിച്ചെടുക്കാനുള്ള സാധ്യത കൂട്ടിയത് എന്നുള്ളതാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അതിലൂടെ മൂപ്പര് അവസാനം പ്രസംഗം പറഞ്ഞു നിർത്തുന്നത് എങ്ങനെയാണ്? അന മിൻകും വൈലേക്കും, ഞാൻ നിങ്ങളിൽ നിന്ന് തന്നെയാണ്, നിങ്ങളിലേക്ക് തന്നെയാണ്. ഐ എം ഫ്രം യു ആൻഡ് ടു യു.